ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയൊരു ഫാബ്രിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതും നല്ല പ്രീമിയം ആയിട്ട് നിൽക്കുന്ന, അതായത് പ്ലാറ്റിനത്തിൻ്റെയും ഇതുണ്ട്, ഒരു ചെറിയ അതായത് ആ പ്ലാറ്റിനത്ത് അത് വരുന്ന സിൽവർ ഫിനിഷ് ഉണ്ട്. ചെറിയ ലൈറ്റ്, ഒത്തിരി ഓവറല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രഷ്നസ് ഉണ്ടെന്നാൽ പുതിയൊരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് തന്നെയാണ് ഇത് യൂസ് ചെയ്തേക്കുക. ഇതിൽ കൂടുതൽ പേസ്റ്റൽ ടോൺസ് ആണ് കൊടുത്തേക്കുന്നത്. എന്നാൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഉണ്ടല്ലേ, പേസ്റ്റൽ എന്ന് പറഞ്ഞാലും നല്ലതാണ്. വളരെ പ്രീമിയം സ്റ്റൈലിൽ നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുക. വർക്ക് കണ്ടത് ഫുൾ ഹാൻഡ് വർക്ക്, യോക്കിൽ ലേസ് ബോർഡർ അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ സെൽഫ് ടോണിൽ തന്നെ ഫുൾ ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് കളർ. ഇത് വെറൈറ്റിയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഫാബ്രിക് ആൻഡ് വർക്ക് ആണെങ്കിലും കണ്ടത് നല്ല ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ്. സിമ്പിൾ എന്നാൽ യോക്ക് പോർഷൻ നല്ല ഹെവിയാണ്. സെൽഫ് ടോണിൽ ബോർഡറിൽ ലേസ് വരുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡാണ്, എന്നാൽ വളരെ പ്രീമിയം ലുക്കാണ്, പ്രീമിയം ഫാബ്രിക്കുമാണ്. ദുപ്പട്ടയും സെയിം ഫാബ്രിക്കിൽ തന്നെ നല്ല സെൽഫ് ടോണിൽ തന്നെ അതിനോട് തന്നെ മാച്ചിങ് ആവുന്ന രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയിൽ പോയേക്കുക. ടോപ്പിൽ ഹെവി ഹാൻഡ് വർക്കും പാർട്ടിവെയർ സെറ്റാണ്. ഇതുണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ വർക്ക് കാണാൻ. അതിനകത്ത് ഇതുണ്ടോ, ഈ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ചെറിയ കട്ട് ട്യൂബ്സ് ഉണ്ട്, ഫ്രഞ്ച് നോട്ട്സ് ഉണ്ട്, ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ടൈപ്പ് ഓഫ് സീക്വൻസ് വരുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളിയാണ് ഈ വർക്ക് കാണാൻ തന്നെ. നോർമൽ സിമ്പിൾ വർക്ക് അല്ല, അത്യാവശ്യം നല്ല ഹെവി, നല്ല ആ വർക്കിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അതാണ് ദുപ്പട്ട വന്നേക്കുക. ഫാബ്രിക് തന്നെ കണ്ടോ, അതിനകത്ത് മനസ്സിലാവുക എല്ലാവർക്കും ആ ഒരു ഗ്ലോസി, ആ ഒരു സിൽവർ ഗ്ലോസി ഫിനിഷ്, ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കും ഫാബ്രിക്. ആണ് ലുക്ക്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പുള്ളിയായിട്ട് നമുക്ക് വെഡ്ഡിങ്ങിനോ ബാപ്റ്റിസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓഫ് വൈറ്റ് അല്ല, കുറച്ചൊരു വൈറ്റ് ആണെന്ന് തോന്നുന്നു, വൈറ്റ് ബേസ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. നല്ലൊരു ഏഞ്ചൽ ലുക്ക് തന്നെ ഫീൽ ചെയ്യും. അതിനകത്ത് ആ ഒരു സിൽവർ ഫിനിഷും കൂടെ വന്നു കഴിയുമ്പം ആ ഫാബ്രിക്കിൻ്റെ ഷൈനിങ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു സിൽവർ ഫിനിഷ് വരുമ്പോൾ നല്ല പുളിയാണ്. ഫോട്ടോ എല്ലാത്തിലും റയോൺ ബേസ് ഫാബ്രിക് ആണ് ഉപയോഗിക്കുക. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ടല്ലേ. എല്ലാം ഇതിൽ ഡാർക്ക് കളർ വേണ്ടെന്ന് തോന്നുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടെ ആ ഒരു പ്രീമിയം ഗെറ്റപ്പ് തോന്നുന്നത് നന്നായിട്ട് കാണത്തില്ലേ വർക്കും. അതായത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കും അതിൻ്റെ കളേഴ്സൊക്കെ. ഇങ്ങനെ ഞാൻ പറയുന്നതിനേക്കാളും അടിപൊളിയായിട്ടോ നേരിട്ട് കാണാൻ. എല്ലാത്തിലും വരുന്ന പോലെയല്ല, ഒരു പുതിയ ഫാബ്രിക് ആണെന്നാൽ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവർക്കും നല്ല എൻക്വയറി വരുന്ന പോലത്തെ ഒരു ഐറ്റമാണ് ഇത് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും കണ്ടില്ലേ, ഭയങ്കര ഫ്ലോയി അല്ല, ഭയങ്കര സ്റ്റിഫ് അല്ല, നമുക്ക് ഇഷ്ടമാവുന്ന ഒരു സ്റ്റൈലാണ്. അതിൻ്റെ കളർ ഷെയ്ഡ്സും അതിൻ്റെ വർക്കും ഒക്കെ അതെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുക. സോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1499 പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓവറല്ലാത്ത പ്രീമിയം, വളരെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഫാബ്രിക് ആൻഡ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും ലേസ് വർക്കും ഒക്കെ പോയിട്ടുണ്ട്. സോ ഇത് വീഡിയോയിൽ കുറച്ചുകൂടെ പീസിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് നിൽക്കുക. അത് കുറച്ചും കൂടെ ലൈറ്റ് പിങ്ക് ആണ്. ഇത് അതിന് തന്നെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു പീച്ചിൻ്റെ ചെറിയൊരു ഹൈലൈഷനും ഉണ്ട്. പീച്ച് പിങ്ക് ഷെയ്ഡാണ്. ഫസ്റ്റ് കണ്ടത് ഒരു ലൈറ്റ് ബേബി പിങ്ക് പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡും. അപ്പം ഇതുണ്ടോ, ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ, നല്ലൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സിൽക്ക് ബേസ്ഡ് ഫാബ്രിക്. ഇത്രയും കളേഴ്സ്. താങ്ക് യു.